നമ്മളിപ്പം പോയി ഇങ്ങനെ സമരം നടക്കുന്നത് കേട്ടോ. കണ്ണൂർ ടൗൺ പോലീസിന് പ്രതിഷേധ സദസ്സ്. ഇതെന്തോ കോൺഗ്രസ്സുകാരെന്തോ പരിപാടി. നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഒഫീഷ്യൽ കാര്യമായിട്ട് മംഗലാപുരത്ത് പോകണം. നമ്മളാ 10 വീട്ടിൽ നിന്ന് ഇറങ്ങിയ 10 ഒരു ലെഫ്റ്റ് എടുക്കണ്ടേ? അതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. റെയിൽവേ സ്റ്റേഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴിയാണ്. പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ റോഡിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. സാരഥി പറപ്പിച്ചു വിട്ടു, അതുകൊണ്ട് വേഗം എത്തിയല്ലേ. സാരഥി പറപ്പിച്ചു വിട്ടോണ്ട് വേഗം. അതാ പാർക്കിങ്ങില്, പാർക്കിംഗ് ലെഫ്റ്റ് പാർക്കിംഗ്. അതാ പെട്ടെന്ന് എത്തൂലേ, നമ്മളിനി ഒരുപാട് നടക്കണ്ടല്ലോ. പാർക്കിംഗ് ഉണ്ടാവും നോക്ക. ലാസ്റ്റാ ഞാൻ ഇനി വരുന്ന ദിവസമില്ലേ? ഓ ഈ ലാസ്റ്റ് പാർക്കിംഗ് അല്ലേ? നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. രവി നമ്മളെ വണ്ടി വരുന്നുണ്ട്. ഇന്റർസിറ്റി കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി അല്ലേ? നല്ല തിരക്കുണ്ട് കേട്ടോ. ഓടി വണ്ടി വരുന്ന ട്രെയിൻ വരുന്ന സുഖാനി ട്രെയിൻ അങ്ങനെ ഇത് അങ്ങനെ ഇങ്ങനെ നോക്ക് വരുന്ന കമ്മിങ് ട്രെയിൻ കണ്ടാ ട്രെയിൻ വരുന്നുണ്ടോ? ഇതാ C1 C2 അതേതാ C2? നമ്മളെ C2 C2ലേക്ക് വരാം. അവിടെ ഇറങ്ങാനുണ്ട്. ഒരാൾ മെക്കാനിക്കൽ പരിപാടി നടത്തുന്നുണ്ട്. ഒരാൾ തിരിച്ച് കളിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കത് ടൈറ്റാക്ക്. ലൂസായാ അത് പഴയങ്ങാടി വഴിയാണ്. പഴയങ്ങാടി ഇത് പുഴ കണ്ടോ? ഏഴിമല അങ്ങ് കാണുന്ന ഏഴിമല കേട്ടോ. ഏഴിമല ദൂരെ കാണുന്ന ഏഴിമല. ഏഴിമലയാണ്. അടുത്ത സ്റ്റോപ്പ് പയ്യന്നൂരാണ്. സുഹാനി ഒന്ന് നോക്ക്. എന്താ നോക്കുന്നത്? അമ്മയാ? ഏതോ ഒരു കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എത്തിയ നമ്മളെ യാത്ര കാനങ്ങാട് എത്തി. ഇതാണ് കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. വെൽക്കം ടു കാനങ്ങാട് സ്റ്റേഷൻ. വാ കണ്ടോ കടൽ നല്ല അടിപൊളി. ഇത് ബേക്കലാന്ന് തോന്നുന്നു. ഇതെവിടെയാ? ബേക്കലാ? എന്താ വേണ്ട മോക്ക്? കപ്പ് വേണോ? കപ്പെടുക്ക്. ഭയങ്കര പിച്ചിയുണ്ടായോ? എന്താ ഇത് മംഗലാപുരം എത്താനായിട്ടുണ്ടാവും അല്ലേ? മഞ്ചേശ്വരം കഴിഞ്ഞു. വാ എന്താ ഭംഗി. അതിന് ഏകദേശം കാര്യമായി. മടുത്ത
നേത്രാവതി പാലം നമ്മൾ കണ്ടതേ, നമ്മൾ വലിയ പാലം കണ്ടില്ലേ, അത് നേത്രാവതി. വലിയ ബ്രിഡ്ജ് കണ്ടില്ലേ, നേത്രാവതി. ഒരാൾ ഉറങ്ങിയല്ലേ, ഉറങ്ങിപ്പോയില്ലേ? അപ്പൊ കർണാടക ആയില്ലേ? Yeah, that's no problem. Let she do. If she grows up, she'll do it later. See, it's all messed up. I actually without fun. I have a moment like she wants it and nice color. മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ കാഴ്ചകൾ കാണാം. മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ അടുക്കുന്നുണ്ട്. വണ്ടി ഉണ്ടോ? ആ ഊബർ കിട്ടും, ടാക്സിയാ? ഓ, അപ്പോൾ ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കണ്ട, നീങ്ങി പോവാ. ഇങ്ങോട്ട് പോയല്ലേ? ഭക്ഷണം കഴിച്ചാൽ അവിടുന്ന് ഊബർ എടുത്ത് പോവാ. ഊബർ എടുത്തിട്ട് പോവാ ഭക്ഷണം കഴിച്ച്. 1:15 സമയത്ത് പെട്ടെന്ന് എത്തിയല്ലേ? നല്ല പെട്ടെന്ന് എത്തിയല്ലേ? സ്റ്റോപ്പ് കുറവാ. നമ്മളിനി ഭക്ഷണം കഴിക്കേണ്ട പരിപാടി നോക്കട്ടെ. അതാത് ടൗണിലേക്ക് ഉണ്ട്, അങ്ങ് കയറി പോയിട്ട്. കൈലി ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ? നമ്മൾ ഓട്ടോ പറഞ്ഞ് 250 അത് റീച്ച്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓട്ടോക്കാർ നമ്മളെ കാണുമ്പോൾ ഭക്ഷണം ഫുഡ് കഴിക്കണം. അതല്ല, അത് ഓട്ടോ ഉണ്ട്. അവിടെ വെയിലുണ്ടോ? AC കുറവാണ്. ചർച്ച നമ്മളങ്ങനെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി, ട്രെയിൻ ഇറങ്ങിയിട്ട് ബോണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. ബോണ്ടയിൽ ഒരു ഓല ക്യാബ് വിളിച്ചു. അപ്പോൾ അങ്ങോട്ട് എയർപോർട്ട് വഴിയിലാണ് ഈ ബോണ്ടയിൽ. നല്ല വെയിലാണ് മംഗലാപുരത്ത്, നല്ല ചൂടുകൊണ്ട് നമ്മുടെ നാട്ടിലെ സെയിം കാലാവസ്ഥ. അത്യാവശ്യം ടൗണിൽ നിന്ന് പുറത്താണിത്. ഏകദേശം 7-8 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ബോണ്ടയിൽ എന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് റൂമിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതന്നെ അവിടെ കാണണം കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാർദ റെസിഡൻസി ബോർഡ് കാണുന്നുണ്ട്, ഷാർദ റെസിഡൻസി.
ഷാർജ റെസിഡൻസിയിൽ നമ്മളെടുത്ത റൂമാണ്. ബോണ്ടല്ലേ, കുഴപ്പമില്ല. റൂമിസ് ഓക്കേനോ, കുഴപ്പമില്ല. 1714 ആണ്. ഇത് എയർപോർട്ട് എയർപോർട്ട് റോഡാണ്, മംഗലാപുരം എയർപോർട്ട് റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ booking.com ബുക്ക് ചെയ്തതാണ് 1714. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റൊക്കെയുള്ള തോന്നും. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിലൊക്കെ വരുന്നുണ്ട്, മംഗലാപുരം എയർപോർട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത റൂമാണ്. അപ്പോൾ നമ്മളിനി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, രാവിലെ തുടങ്ങിയ യാത്രയല്ലേ. വല്ലാണ്ട് വിശന്ന് പോയി. മുറുക്കെടുത്ത് കഴിച്ചുകൊണ്ട് ഞാൻ കണ്ടു വേഗം ഈ മറ്റേ ഓല ടാക്സീൻ്റെ വേഗം മുറുക്കെടുത്ത് കഴിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ ബാജു മേഹ എന്നാ പറഞ്ഞത്, വെജിറ്റേറിയൻ നോക്കാം. കൊണ്ടിട്ട് ഉണങ്ങിയ സ്ഥലം അല്ലേ, ഭയങ്കര ഉണങ്ങിയ സ്ഥലം അല്ലേ. ഏകദേശം 7 കിലോമീറ്റർ ഒറ്റ മതില്ലേ സ്വിഗ്ഗിയിൽ ഓർഡർ. മംഗലാപുരത്തിന് ശേഷം മംഗലാപുരത്തിന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉള്ളോട്ട് വന്നല്ലേ എയർപോർട്ട് റോട്ടിലേക്ക്. ഒന്ന് നോക്കാം നമുക്ക്, ഫുഡ് ഓർഡർ ചെയ്യാം, വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്യട്ടെ. സുഹാനി അടിപൊളിയില്ല, ബെഡ് കയറി കിടന്ന് ഓള് ബെഡ് കയറി കിടക്ക്, ഓടിപ്പോയി കിടങ്ങിൻ്റെ ബെഡ് കയറി കിടന്നു. ഇഷ്ടായി റൂം ഇഷ്ടായി. അപ്പോൾ നമുക്ക് ഷാർജ റെസിഡൻസിൻ്റെ ബാത്റൂം ഞാൻ ഇന്ന് കാണിച്ചതാണ്. ഇല്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ കുഴപ്പമില്ല. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്, നല്ല റൂം എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന്. അപ്പോൾ ഇത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് 2 റോട്ടിയും 1 കുറുമക്കറിയും പിന്നെ നമ്മളെ മോൾക്ക് റൈസും അതാണ്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. കറി ഉണ്ടല്ലോ, ഇതെന്താ ഇത് വെജിറ്റബിൾ കറി അല്ലേ, വെജിറ്റബിൾ കറി. പിന്നെ ഇതാ ഗീ റൈസ് സുഹാനിക്ക് വെജ് കറി. പിന്നെ റോട്ടി പറഞ്ഞിട്ടുണ്ട്, 2 റോട്ടി ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ സ്വിഗ്ഗീൻ്റെ ഓർഡർ. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. രാത്രി 9 മണി, ഭയങ്കര ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ റൈസ് കഴിച്ചാൽ എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഫ്രൈഡ് റൈസിന് കുറച്ച് എരിവായിപ്പോയി. നട്ട്സ് മാറ്റണ്ട, നല്ലോണം നട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ് ഫ്രം മാംഗ്ലൂർ. ഇത് ഹോട്ടലിലെ കൊറിഡോറാണ്, നല്ല വൃത്തിയുള്ള ഹോട്ടൽ കേട്ടോ. സ്റ്റെയർകേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മളെ റൂം 309. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്ത് കാഴ്ചകളൊന്നും കാണാനില്ല. ആരാ വരിക ഇപ്പോൾ? ഇപ്പൊ ആരാ വരുക നോക്കിക്കോ. Oh, you were waiting for mommy? Yes. Mommy? Oh. ലിഫ്റ്റിൽ പോണത്ര, ലിഫ്റ്റ് പോണം. ലിഫ്റ്റ് വേണ്ട, ഇപ്പൊ ഇനി വേണ്ട. You want bun? Yes, we'll have coffee. We'll have coffee. So let's have coffee. ഇതെല്ലാം മെസ്റ്റപ്പ് ആയി കേട്ടോ, കംപ്ലീറ്റ് ടേബിളെല്ലാം എല്ലാം മെസ്റ്റപ്പ്. എന്താ വേണ്ട, എന്ത് വേണമെന്ന്? അങ്ങനെ നമ്മളെ പരിപാടിയിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്തല്ലേ. ഇനി ഒരു ഓല എന്തെങ്കിലും വണ്ടി പിടിച്ച് ഓലയല്ല തെങ്ങിൻ്റെ വഴിയല്ല, ഏതാ വണ്ടി പിടിച്ചിട്ട് പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ഭക്ഷണം കഴിച്ചില്ല, രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു. സുഹാനി ഇതാ നോക്കുന്നത്, കാറ്റ് നല്ല രസമുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. ഗ്രൗണ്ട് അടിച്ചാ ഓക്കെ. ഓലയും ഊബറിലെ ബിസിനസ് പറയാം. അപ്പോൾ ഇവർ നമ്മളിപ്പോൾ ഒരു 200 രൂപയാണ് നമ്മൾ ഓല, പിന്നെ ഇതിൽ ഓലയിൽ ചാർജ് കാണിച്ചെങ്കിൽ ഇവർ വിളിക്കും, നമ്മൾ ഫോൺ വിളിക്കും, എന്നിട്ട് ഒരു 50 രൂപ അഡീഷണൽ വാങ്ങുന്നത്. എന്നാലേ ഇവർ വരില്ല, അപ്പോൾ കറക്റ്റ് അവരെ ആപ്പ് കാണുന്ന പ്രൈസിന് ഇവരാരും വരില്ല, ഇവരെല്ലാവരും വിളിക്കും. അതിനിപ്പോൾ ഞാൻ 165 റുപ്പീസ് ഓട്ടോ കിട്ടിയത്, ടാക്സിനും കിട്ടില്ല. ഓട്ടോ വന്നു
അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട്. ഇപ്പോൾ 50 റുപ്പീസ് ഡ്രൈവർക്ക് അഡീഷണൽ കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്കൊരു ഇലക്ട്രിക് ഓട്ടോ ആണ് കിട്ടിയത്. ഇലക്ട്രിക് ഓട്ടോയിൽ കയറി മുൻപ് ഹോട്ടലിൽ പോകാൻ OTP കൊടുത്തു. OTP എല്ലാം കൊടുത്തു. വണ്ടി പതുക്കെ പോയി തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ എത്താനായോ? ഇവിടെ വന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിനി റെയിൽ ക്രോസ് ചെയ്യും. പ്ലാറ്റ്ഫോമിലേക്ക് അതേപോലെ വരുന്ന പോലെ ഫീൽ. അതെ അതെ, കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷന് പുറത്ത് പ്ലാറ്റ്ഫോം ഏകദേശം ഇങ്ങനത്തെ ബാക്കിലൂടെ ഒരു ഫ്ലൈ ഓവർ നടന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ട് ഗേറ്റിൽ എവിടെയായിരിക്കും മണ്ണ്. നമ്മളൊന്ന് ഓട്ടോ ഉണ്ടോ ഇലക്ട്രിക്ക്? അതായത് ബജാജിൻ്റെ അല്ലേ? ബജാജ് ഇലക്ട്രിക്കാണ്. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ടിക്കറ്റിനുള്ള ക്യൂ ഉണ്ട്. ഇതാണ് നമ്മളെ ട്രെയിന്. മാംഗ്ലൂർ സെൻട്രൽ, പിന്നെ പുരക്ഷിത്തലി ചെന്നൈ അല്ലേ? പുരക്ഷിത്തലി ജയലളിത അല്ലേ? ചെന്നൈ സെൻട്രൽ. അത് പേര് മാറ്റിയതാ. പാർസൽ കൊണ്ടോ? ഇവിടുത്തെ അല്ലേ? ഇതിലേ കയറിക്കൂടെ? ഓ, ഇപ്പം ജസ്റ്റ് AC ഓൺ ആക്കിയിട്ട് കഴിച്ചു. നല്ല നീറ്റ് ട്രെയിൻ കമ്പാർട്ട്മെന്റ് അല്ലേ? We have reached സുഹാനി. You sit there. നമ്മളവിടെ ഇരിക്കുക കേട്ടോ. വെളിച്ചമില്ല നോക്ക്. അടിപൊളി, ഇഷ്ടമായി? എന്നാ 25 ഫുഡ് കഴിക്കണ്ടേ? അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാം. സുഹാനി ഫുഡ് കഴിക്കും. വിശക്കുന്നില്ല? സുഹാനിക്ക് വിശക്കുന്നില്ല? ബെഡ്ഷീറ്റെല്ലാം കൊണ്ടാക്കുന്നതല്ലേ? ഇതാണെന്നറിയാം. പില്ലോ, ബെഡ്ഷീറ്റ്. ചെന്നൈ പോലെ പോകുന്ന ട്രെയിനല്ലേ? സുഹാനി വൃത്തിയേടാക്കല്ലോ സുഹാനി. യെസ്, ബാംഗ്ലൂർ 2 ദിവസം ബാംഗ്ലൂരായിരുന്നു. ഇന്ന് തിരിച്ച് കണ്ണൂർ വീട്ടിലേക്ക് പോവാ. അവിടെ 2 അവിടെ സുഹാനി 2 അവിടെ. സുഹാനി 2 കാണിക്കുന്നത്. അത് നെക്സ്റ്റ് 9 കേട്ടോ. 9 അടുത്തത് 9 2 9 29. ഓക്കെ, സേ ഓക്കെ ഓക്കെ പറ. സേ ഓക്കെ എന്ന് പറ. 2 ട്രെയിൻ 2 ആ ട്രെയിനിൻ്റെ മേലെ 2 ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അവിടെ ഉണ്ട് 2. ട്രെയിനിൻ്റെ മേലെ 2. അത് അവിടെ ഉണ്ട് 2 ട്രെയിനിൻ്റെ മേലെ. എന്നാ 2. സുഹാനി ഉറങ്ങിക്കോ മോളെ. സുഹാനി യു സ്ലീപ്പ്. അയ്യോ, ട്രെയിൻ എടുത്ത്. ട്രെയിൻ മൂവിങ്. ട്രെയിൻ സ്റ്റാർട്ട്. അല്ല, കറക്റ്റ് പക്ക ടൈം. സമയത്ത് 3 ഇത് കറക്റ്റ് കണ്ട 1:55 കറക്റ്റ് ട്രെയിൻ എടുത്ത്. കറക്റ്റ് ടൈം. ഇന്ത്യൻ റെയിൽവേ പങ്ക്ച്വാലിറ്റി ഭയങ്കര. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്ത്. യു ട്രൈ ടു സ്ലീപ്പ്. സുഹാനിക്ക് ഇതാ ബെഡെല്ലാം റെഡിയാക്കി. കിടക്ക്. സുഹാനി പോയി കിടന്നു.
sleep. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ് ആയിട്ടില്ല, ഉച്ചക്ക് നട്ടുച്ചക്ക്. It's okay. Okay, sleep time. Okay, sleep. സുഹാനി സ്ലീപ്പിംഗ്. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏഴിമലയുടെ ഭംഗിയായത്. തിരിച്ച് നമ്മൾ വീണ്ടും മംഗലാപുരത്ത് നിന്ന് മടങ്ങി കണ്ണൂരെത്താറായിട്ടുണ്ട്. പയ്യന്നൂരൊക്കെ കഴിഞ്ഞു. മണി 4 വൈകുന്നേരം. നല്ല ഉറപ്പുണ്ടല്ലേ? എന്താ വേണ്ട? സുഹാനി നല്ല ഉറക്കാം, ഡീപ്പ് സ്ലീപ്പാ. ട്രെയിനുണ്ടോ? ട്രെയിന് പോയി അല്ലേ? ട്രെയിന് പോയി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങ് പോന്ന ട്രെയിൻ ഉണ്ടോ? അങ്ങ് പോയില്ലേ? ട്രെയിന് പോയില്ലേ? ഉണ്ടോ? ലിഫ്റ്റ് ഉണ്ടോ? മംഗലാപുരം യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയില്ല കണ്ണൂർ. മഹത്തായ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. സി യു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.